കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് സോക്കറ്റ് ഇന്റർഫേസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൽ സോക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. നെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ത്രൂ പ്രോഗ്രാം ടു പ്രോഗ്രാം ആപ്ലിക്കേഷനിലേക്ക് പ്രോഗ്രാം ടു പ്രോഗ്രാം ആക്സസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അതിന്റെ IP അഡ്രസ്, ഓരോ മെഷീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഉണ്ടാവും. IP അഡ്രസ്സിനോടൊപ്പം തന്നെ along with that IP address we are including port number. പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതാണ്. നെറ്റ്വർക്കിൽ മെഷീനെ ഐഡന്റിഫൈ ചെയ്യാൻ we are using IP address. In the case of programs we have to use port number to identify each programs. പ്രോഗ്രാമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട് നമ്പറും, ഏത് മെഷീനിൽ ഏത് പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ പോർട്ട് നമ്പറും, ഏത് മെഷീൻ ആണെന്ന് നെറ്റ്വർക്കിൽ ഏത് മെഷീൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ IP അഡ്രസ്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ സോക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുന്നത്. സോക്കറ്റ് ഫസ്റ്റ് ഒരു സോക്കറ്റ് ജനറേഷൻ അല്ലെങ്കിൽ സോക്കറ്റ് ക്രിയേഷനോട് കൂടിയാണ് കണക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മളതിനെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷൻസ് പല രീതിയിൽ നിങ്ങൾക്ക് എഴുതാം ചോദിക്കുവാണെങ്കിൽ. ഇനി ഒരു സോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്, ഫോൺ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫോൺ ഒന്ന് വെച്ചാൽ പോരാ, അത് എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് പ്ലഗ് ഇൻ ചെയ്യണം. ആ പ്ലഗ് ഇൻ ചെയ്യുന്ന കറസ്പോണ്ടിങ് അതിന് പറയാലോ എത്ര പിൻ വെച്ചിട്ട് അതിന്റെ പാത്ത് സെറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളതിന് സോക്കറ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഇത് കണക്ഷൻ കൊടുത്താൽ മാത്രം പോരാ. അങ്ങനെ കണക്ഷൻ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്, വേറൊരാളുടെ വീട്ടിൽ ഫോൺ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കില്ല. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവിടെ ഒരു അതർ മീൻസ് ദർ ഇസ് നീഡ് ഓഫ് നമ്പർ, ഒരു നമ്പർ അസൈൻ ചെയ്ത് കിട്ടണം എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ സോക്കറ്റ് ഉണ്ടായാൽ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ ഒരു അഡ്രസ്, അതായത് ബൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കറസ്പോണ്ടിങ് IP അഡ്രസ്സും പോർട്ടും കൂടെ ആ സോക്കറ്റിന്റെ ഭാഗമാക്കി തീർക്കാം. then that is binding. ബൈൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പൊതുവേ ഈ ബൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സെർവർ സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ പ്രോഗ്രാംസിന് കറസ്പോണ്ടിങ് പോർട്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. ആ പോർട്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സും കൂടെ മിക്സ് ചെയ്തായിരിക്കും സോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് റിപ്ലൈ ആവശ്യമുള്ള സിറ്റുവേഷൻസിനകത്തൊക്കെയാണ് നമ്മൾ ബൈൻഡിങ്ങിന്, ഇല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്ന ഫേസിലേക്ക്. നെക്സ്റ്റ് എന്താണ് നമ്മൾ എന്നിട്ട് ഈ ക്ലയന്റ് സെർവർ പാറ്റേണിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. സോ സെർവർ എപ്പോഴും എന്ത് ചെയ്തിരിക്കും, സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഓർ ദാറ്റ് ഹിസ് ഓർ ഹെർ എന്ന് വെച്ചാൽ ഒരു ഹിസ് ഓർ ഹെർ എന്നുള്ള രീതിയിൽ ഇറ്റ്സ് സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സർവീസ്, അതിന്റെ സർവീസിന് വേണ്ടിയിട്ട് ആരെങ്കിലും നോക്കിയിരിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ സെർവർ എപ്പോഴും എന്ത് ചെയ്യും, സെർവർ ഓൾവേസ് ലിസണിങ്, നമുക്ക് അതൊരു സോക്കറ്റ് ലിസണിങ് ആണ് കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും ആരെങ്കിലും സർവീസ് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യപ്പെടുന്നത്, നമുക്കത് കമ്മ്യൂണിക്കേഷൻ കണക്ഷനിലേക്ക് വരികയും കണക്ട് ചെയ്യപ്പെട്ട സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, കറസ്പോണ്ടിങ് ആക്സെപ്റ്റൻസ് കൊടുക്കും. ആക്സെപ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഓപ്പറേഷൻസ് ആണോ റീഡ് ഓർ റൈറ്റ് എന്നുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ഫംഗ്ഷൻ കോളുകളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അലോക്കേറ്റഡ് എ സ്ലോട്ട് ഇൻ ദ ഫയൽ ഡിസ്ക്രിപ്റ്റർ. ഈ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് ഓരോ സോക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ഒരു ഐഡന്റിഫൈ ക്രിയേഷൻ ആണ് സോക്കറ്റ് ഐഡന്റിഫൈ ക്രിയേഷൻ. സിമിലർ ടു ഫയൽ ഐഡന്റിഫൈ. നമ്മളൊരു ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഫയൽ ഐഡന്റിഫയർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ സോക്കറ്റുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോക്കറ്റ് മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എ സോക്കറ്റ് ഐഡന്റിഫയർ. ഈ സോക്കറ്റ് ഐഡന്റിഫയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലിനെ മാനേജ് ചെയ്യുന്ന രീതിയിലല്ല നെറ്റ്വർക്ക് ഓപ്പറേഷൻസുകൾ മാനേജ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഡിഫറെന്റ് നേച്ചർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫയൽ ഹാൻഡിൽ മാനേജ് ചെയ്യുന്ന പോലെ അല്ലാതെ ഫയൽ ഹാൻഡിൽ പോലെ സോക്കറ്റ് ഹാൻഡിലറിൽ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ വർക്കിങ്ങും നടത്തുന്നതെങ്കിലും മാനേജിങ് നേച്ചർ ഇസ് ഡിഫറെന്റ്. So the socket system call is used by any process to create a socket for doing any network input out. IO operations perform ചെയ്യാനായിട്ട്. അപ്പം സോക്കറ്റ് ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, there is some task to be completed. For that we need to provide some arguments. ആർഗ്യുമെന്റ്സ് പ്രൊവൈഡ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചില ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഫംഗ്ഷനെ നമുക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നോർമലി എന്താണ്, റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക. ദെൻ ദർ ഇസ് നീഡ് ടു പ്രൊവൈഡ് ദ ഫംഗ്ഷൻ
നെയിം, ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ഫംഗ്ഷൻ നെയിമിന് ശേഷം ബ്രാക്കറ്റ് ഫോളോ ചെയ്യുക. ഫംഗ്ഷൻ ആണെന്നുണ്ട് ഒരു ലേബിൾ ഫംഗ്ഷൻ ആണെന്ന് എന്തുണ്ടായിരിക്കണം, ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ പാരന്തസിസ്. പാരന്തസിസ് ഫോളോ ചെയ്തിരിക്കും. ഈ പാരന്തസിസിനകത്താണ് നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് പാസ് ചെയ്യുന്ന സ്ട്രക്ചർ നമ്മൾ ആദ്യം 3 ആർഗ്യുമെന്റ് ആണ്. ഫസ്റ്റ് ലെവൽ ജനറിക് ക്രിയേഷൻ ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. അതിനകത്ത് 3 വാല്യൂസിനാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഫാമിലി, ടൈപ്പ്, പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറഞ്ഞ IPv4, IPv6 എന്നൊക്കെ പറഞ്ഞ പല വേർഷൻസിനകത്താണ് പറയുന്നത്. അപ്പോൾ ഏതിനകത്ത് വരുന്നതാണെന്നുള്ള ഇന്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത് അതിൽ ഫോളോ ചെയ്ത് വരുന്ന വാല്യൂസിനെ ഏത് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് നമ്മൾ പൊതുവെ പറയും, നമുക്ക് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പോകാം, കണക്ഷൻ ലെസ് ആയിട്ട് നമ്മൾ പറയാം. അപ്പോഴും നമ്മൾ അതിനകത്ത് വരുന്ന വാല്യൂസിനെ എങ്ങനെയായിരിക്കണം ഇന്റർപ്രറ്റ് ചെയ്യണം. പിന്നെ ദെൻ ഏത് പ്രോട്ടോകോളിൽ ബേസ് ചെയ്ത് വേണം നമ്മൾ ഇത് യൂസ് ചെയ്ത് തരം ഓരോ തരം ആപ്ലിക്കേഷൻസിന് ഓരോ പ്രോട്ടോകോൾസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള സോക്കറ്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കും, ഒരു പോസിറ്റീവ് നോൺ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ആയിട്ടുണ്ടാവും. ആ റിട്ടേൺ ചെയ്ത് വരുന്നതിനെ ബേസ് ചെയ്ത് സോക്കറ്റ് ക്രിയേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ സോക്കറ്റ് ക്രിയേഷൻ ഫെയിലിയർ ആണ്, എറർ മെസ്സേജസ് വരും. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരേ ബിൽറ്റ് ഇൻ ഹെഡർ ഫയൽസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡർ ഫയൽസുകൾ യൂസ് ചെയ്യാൻ കുറേ എണ്ണമുണ്ട്. അതിനകത്ത് സോക്കറ്റ് ക്രിയേഷൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഹെഡർ ഫയൽസുകളാണ്. ഇതൊക്കെ ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. അതിന്റെ ലിസ്റ്റും നമ്മൾ നോക്കി ഉണ്ടായിരുന്നു. ദെൻ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നത് സോക്കറ്റ് ഡിസ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നമ്മളൊരു ഫയലിനെ മാനേജ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്സുകൾ നമ്മൾ പറയാം, പ്രോസസ്സിന്റെ സ്റ്റാറ്റസ് കറസ്പോണ്ടിങ് സ്റ്റാറ്റസുകൾ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്ന് പറയുന്ന പോലെ ഇവിടെ സോക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സോക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒരു സ്ട്രക്ചർ സ്റ്റോർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റഡ് ടേബിൾ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇന്റേണൽ ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഡിസ്ക്രിപ്റ്റഡ് ടേബിൾ ജനറൽ ആയിട്ട് ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫയൽ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഓർഗനൈസ്. ഇത് പൊതുവെ അതിനകത്ത് ആദ്യമേ ഫസ്റ്റ് ഫേസിൽ വരുന്ന അസോസിയേഷൻ എന്ന് ഒരു ടേം പറഞ്ഞായിരുന്നു. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, general information, main information which are used to access pass the to the internet. നെറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ബേസിക് ഇൻഫോർമേഷൻസിനെ ആയിരുന്നു നമ്മൾ എന്തായിട്ട് പറഞ്ഞിരുന്നത്, സോക്കറ്റ് അല്ലെങ്കിൽ സോക്കറ്റ് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അസോസിയേഷൻ എന്നുള്ള രീതിയിൽ എടുത്തിരുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു കേസ് തന്നെ നോർമലി ഒരു സോക്കറ്റ് സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം 5 tuples എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 5 tuple എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ മിനിമം 5 ആർഗ്യുമെന്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ എടുക്കുന്നത്. ജനറൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ 3 tuple പാറ്റേണിൽ നമ്മൾ പോകും. എന്നിട്ട് അതിനകത്ത് ഒരു സ്ട്രക്ചർ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണത്. ഇന്റിജർ IPv4 ഫാമിലി IPv4 ആണെങ്കിൽ വീണ്ടും അതിനകത്ത് റെഫർ ചെയ്യുന്ന അതർ സ്ട്രക്ചർ, ലോക്കൽ അഡ്രസ്സിനെ കുറിച്ചും റിമോട്ട് അഡ്രസ്സിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫോർമേഷനും കൂടെ പാസ് ചെയ്ത് പോകും. അപ്പൊ അത് വീണ്ടും 3+2 5 എന്നുള്ള പാറ്റേണിലേക്ക് പോകും. അപ്പൊ ജനറലി നമ്മൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എടുക്കുന്നതാണ് 5 tuples അല്ലെ 5 tuple എന്ന് പറയുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതും കറണ്ട് സ്റ്റാറ്റസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ഇന്റർണൽ സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ. ഈ ഡിസ്ക്രിപ്റ്റ് ടേബിളിലാണ് സോക്കറ്റിന്റെ ക്രിയേറ്റഡ് ആയ സോക്കറ്റ്സിന്റെ ഡീറ്റെയിൽസുകൾ സ്റ്റോർ ചെയ്ത് വെക്കും. ജസ്റ്റ് ലൈക്ക് ഫയൽ ഡീറ്റെയിൽസ്, ഫയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ സോക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ടേബിളിനകത്ത്. ജനറൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റ് ടേബിളിനകത്ത് ഫയലിന്റെ ഇൻഫോർമേഷൻസും കാണിച്ചു, സോക്കറ്റിനെ കാണിച്ചു. ദെൻ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ടേബിളിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ ഇത് സോക്കറ്റിന്റെ വാല്യൂസ് കൊടുക്കുന്നു, സോക്കറ്റ് ഡാറ്റ സ്ട്രക്ചർ, അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്കൽ അഡ്രസ്സിനെ ആക്സസ് ചെയ്ത് വരുമ്പോൾ അഡ്രസ് ഫാമിലി ഉണ്ടാവും, IP ലോക്കൽ അഡ്രസ് പോർട്ട്. ദെൻ ഒരു സബ്നെറ്റിംഗ് അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ പാറ്റേണിൽ നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സോക്കറ്റ് ഡാറ്റ സ്ട്രക്ചർ, അഡ്രസ് ഡാറ്റ സ്ട്രക്ചർ ആണ് സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ. അപ്പൊ ഈ ഹെഡിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ടേബിൾ ആണ്. അതിനകത്ത് സോക്കറ്റ് ഡാറ്റ സ്ട്രക്ചർ, സോക്കറ്റ് ഡാറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ അടുത്ത അതർ സ്ട്രക്ചറിനെ വീണ്ടും റെഫർ ചെയ്യപ്പെടുന്നുണ്ട് അഡ്രസ് ഡാറ്റ. വെച്ചാൽ അഡ്രസ്സുകൾ പാസ് ചെയ്യപ്പെടുന്ന ലോക്കൽ അഡ്രസ്സും റിമോട്ട് അഡ്രസ് പാസേജുകൾ ഉണ്ടാവല്ലോ, ആ അഡ്രസ് പാസേജിന് വേണ്ടിയിട്ടുള്ള അതർ ഫർദർ സ്ട്രക്ചർ ആണ് നമ്മൾ എടുക്കുന്നത്. ജനറൽ ടു സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇന്റർനെറ്റ് സ്ട്രക്ചറിലേക്ക് സ്പെസിഫൈ ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി ചോദിച്ചാൽ എ സിംഗിൾ പ്രോട്ടോകോൾ ഫാമിലി ക്യാൻ യൂസ് മോർ ദാൻ വൺ അഡ്രസ് ഫാമിലി ടു ഡിഫൈൻ അഡ്രസ് റെപ്രസെന്റേഷൻ. സിമ്പിൾ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നതാണ് അഡ്രസ് ഫാമിലി ഇന്റർനെറ്റ് ഐനെറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതിന്റെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കിയായിരുന്നു. സോറി, ഇതിൽ തന്നെ വരുന്നുണ്ട്. സോക്കറ്റ് ഫാമിലി, ഡിഫറെന്റ് സോക്കറ്റ് ഫാമിലികളുടെ ഒരു അതാണ് വരുന്നത്. യുണിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്, നോർമൽ സൈസ് സോക്കറ്റിനെ അഡ്രസ് ഫാമിലി ബേസ് ചെയ്തുകൊണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്രസ് ഫാമിലി ഐനെറ്റ്, TCP IP കറസ്പോണ്ടിങ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം TCP IP ബേസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു നേച്ചറിൽ ഒരു ഫാമിലി പെട്ടതാണ്. അപ്പൊ അത് മാത്രമായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് സോക്കറ്റ് ടൈപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സോക്കറ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, പലതരത്തിലുള്ള സോക്കറ്റ് ടൈപ്പുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് സ്ട്രീം ആയിട്ട് TCP പാറ്റേൺ യൂസ് ചെയ്യുന്ന, UDP പാറ്റേൺ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സൂടെ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ ടൈപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെച്ചാൽ അഡ്രസ് സ്പെസിഫിക്കേഷനോട് കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പല പല സോക്കറ്റ് ടൈപ്പുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സോക്കറ്റ് ടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് തരത്തിലാണ് ഡേറ്റ പാസ് ചെയ്യപ്പെട്ടു പോകുന്നതെന്നും ആ പാസ് ചെയ്യപ്പെടുന്ന വാല്യൂയുടെ ലിമിറ്റേഷൻ സ്റ്റാർട്ട് എൻഡ് എങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതും ഇതിന്റെ ഒരു ടൈപ്പ് സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോട്ടോകോൾ. ദാറ്റ് ഈസ് സ്പെസിഫൈ ദ പർട്ടിക്കുലർ പ്രോട്ടോകോൾ യു യൂസ്ഡ് വിത്ത് ദ സോക്കറ്റ്. അതിനോട് ഏത് പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾ. That means protocols depend on the services we are using in our communication. ഇതിനകത്ത് പറഞ്ഞാൽ ഡേറ്റാഗ്രാം ആണ്. TCP ആണെന്നുണ്ടെങ്കിൽ സ്ട്രീം സോക്കറ്റ്സുകളായിരിക്കും യൂസ് ചെയ്യുക. ഡേറ്റാഗ്രാം ആണെന്ന് UDP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാഗ്രാം പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഒരു കോമ്പിനേഷൻസ് ടേബിൾ ഇതില് TCP സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, UDP സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് സോക്കറ്റിന്റെ ഡിസ്ക്രിപ്റ്റർ ആണ്. ഫയൽ ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ സ്പെസിഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അതിലേക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ടാണ് ഇൻഡ് എന്നുള്ള രീതിയിൽ വെച്ചാൽ സീറോ അല്ലാത്തൊരു വാല്യൂ വരുമ്പോഴാണ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ സ്ട്രീം സോക്കറ്റിന്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കുക. സോക്കറ്റ് സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ അത് TCP കറസ്പോണ്ടിങ് ആണ്. സോക്കറ്റ് ഡേറ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ഏതാണ് UDP പാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ഫാമിലി ഇന്റർനെറ്റിലെ TCP IP ബേസിലുള്ള ഫാമിലി ബേസ് ചെയ്തുകൊണ്ടുള്ള സംഗതിയാണ് പറയുന്നത്. ഇത് ഫിക്സ് പാറ്റേൺ ആട്ടോ. ഇത് ഇതേപടി തന്നെ പഠിച്ചു വെച്ചാൽ. ഇനി രണ്ടാമത്തെ ഫേസിനകത്ത് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണേ കമ്മ്യൂണിക്കേഷൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ കണക്ഷൻ ഓറിയന്റഡ് ആയിക്കോ കണക്ഷൻലെസ് ആയിക്കോട്ടെ എന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സോക്കറ്റ് എന്നുള്ളതാണ്. സോക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസിൽ നമ്മൾ പറയുന്നതാണ് ബൈൻഡ്. ബൈൻഡിന്റെ ഒന്ന് പറഞ്ഞു ദിസ് കറസ്പോണ്ടിങ് അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മാപ്പിംഗ് ഓഫ് സോക്കറ്റ് ടു എ പോർട്ട് നമ്പർ ആൻഡ് IP അഡ്രസ്. അത് അസൈനിങ് വാല്യൂ അഡ്രസ് വാല്യൂ അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈൻഡിങ് സെർവർ സൈഡിൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഏതെങ്കിലും ക്ലയന്റ് റിക്വസ്റ്റ് വരുന്നുണ്ടോ, സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സെർവർ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് റിക്വസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിൽക്കും. ഇതിന്റെ ജനറൽ പാറ്റേൺ ആണ്, ജനറൽ സ്ട്രക്ചർ. അത് ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷൻ കോൾ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം, ദെൻ ആർഗ്യുമെന്റ് ലിസ്റ്റ് നമ്മൾ കൊടുക്കുമല്ലോ. ഇവിടെ ഡമ്മി പറഞ്ഞ പാരാമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒറിജിനൽ പാസ് ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് എന്ന് പറയാം. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എപ്പോഴും ആദ്യം കൊടുക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ്. പിന്നെ അഡ്രസ്, ലൊക്കേഷൻ, ലോക്കൽ അഡ്രസ് നമ്മൾ കൊടുക്കുന്ന ഏതാണോ ആക്സസ് ചെയ്യാൻ പോകുന്ന ലോക്കൽ സോക്കറ്റ് അഡ്രസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
അഡ്രസ് ലെങ്തിനകത്ത് എത്ര വാല്യൂസ് അതിനകത്ത് വെച്ചാൽ അഡ്രസ് സ്പെസിഫിക്കേഷൻ എത്ര വാല്യൂ വന്നിരിക്കുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും അഡ്രസ് ലെങ്തിനകത്ത്. ദാറ്റ് ഈസ് ഇതൊരു സൈസ് ഓഫ് പാറ്റേൺ യൂസ് ചെയ്ത് കളക്ട് ചെയ്ത വാല്യൂ ആട്ടോ നമ്മൾ ഇതിനകത്തേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. സൈസ് ഓഫ് ഫംഗ്ഷൻസ് അറിയാലോ, അതിനകത്ത് എത്ര വാല്യൂ ആണ് ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ആ വാല്യൂ ഇതിനകത്തോട്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക ചെയ്യണം. സക്സസ്ഫുൾ ഇതിലെല്ലാത്തിലും നമുക്ക് ഉള്ള സക്സസ്ഫുൾ കണക്ഷൻ ആണെങ്കിൽ നോൺ സീറോ വാല്യൂ ആണെന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. ഇതില് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ, എ സ്പെസിഫിക് നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ടു എ ക്ലയന്റ്. ഒരു ബൈൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ സമയത്ത് യൂസ് ഓഫ് ബൈൻഡ് അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയുന്നത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒന്ന് എ സ്പെസിഫിക് നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ക്യാൻ ബി രജിസ്റ്റേർഡ് ടു എ ക്ലയന്റ്. അതുപോലെ സെർവർ നീഡ്സ് ടു രജിസ്റ്റർ എ സ്പെസിഫിക് നെറ്റ്വർക്ക് ആൻഡ് പോർട്ട് അഡ്രസ് വിത്ത് ഇറ്റ്സ് സോക്കറ്റ്. ഈ അഡ്രസ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം എന്നുള്ള രീതി ട്രാൻസ്ഫർ ചെയ്യാം. ആ സോക്കറ്റ് യൂസ് ചെയ്തോട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് പറയാം സെർവറിന്റെ സൈഡ്. ഇൻ കേസ് ഓഫ് connectionless client, it needs to assure that system has provided some valid unique addresses. ഇപ്പൊ 3 കാര്യങ്ങൾ സിസ്റ്റം ജനറലി ഇത്രേ ഉള്ളൂ. സെർവറിന്റെ സൈഡിലാണെങ്കിലും ക്ലയന്റിന്റെ സൈഡിലാണെങ്കിലും ഒരു പ്രോഗ്രാം അപ്ലിക്കേഷൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കറസ്പോണ്ടിങ് അപ്ലിക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അഡ്രസ് അസൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നു. അതിനാണ് ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒരു പോയിന്റിനകത്ത് ബൈൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈൻഡ് ഫംഗ്ഷൻ കോള് ക്ലയന്റിന് ആവശ്യമുള്ള ഒരു സാഹചര്യങ്ങൾ മാത്രമേ എപ്പോഴാണ് റിപ്ലൈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിപ്ലൈ എന്ന് പറയുന്നത് സെൻഡർ റിസീവ് അല്ലെങ്കിൽ റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കേസിനകത്ത് മാത്രമാണ് എന്താണ് ഇതിനകത്തുള്ളൂ ക്ലയന്റിന്റെ സൈഡിൽ ബൈൻഡ് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിട്ടേൺ വാല്യൂ എക്സ്പെക്ടേഷൻസ് ഉള്ള സമയങ്ങൾ. പിന്നെ ഇതിനകത്ത് മെയിൻ പോയിന്റ് ജനറൽ ആയിട്ട് എങ്ങനെയാണ് വെൻ ബൈൻഡിങ് ഈസ് ഓവർ ദെൻ UDP-യെ സംബന്ധിച്ചിടത്തോളം TCP-യെ സംബന്ധിച്ച കറസ്പോണ്ടിങ് ക്ലോസിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റാഗ്രാം പാസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ബൈൻഡിങ് ആണ് നടക്കുന്നത്. കണക്ഷൻ ഓറിയന്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൈൻഡ് ചെയ്യുന്നു. അതുപോലെ ക്ലയന്റിൽ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ബൈൻഡിങ് പറയുന്ന രീതിയിൽ എടുക്കുന്നു. ഇത് ജനറൽ ഒരു സോക്കറ്റ് ക്രിയേഷനും കറസ്പോണ്ടിങ് ഓരോന്നിനും സോക്കറ്റ് ഡിസ്ക്രിപ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് അഡ്രസ് ഫാമിലി അസൈൻ ചെയ്യുന്നത് ഈ സംഗതികളെല്ലാം ദെൻ അത് കഴിഞ്ഞ ശേഷമാണ് ബൈൻഡിനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വേരിയബിൾസ് എല്ലാം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ബൈൻഡ് ഫംഗ്ഷൻ വഴി ഇത് പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ സീക്വൻസിനകത്ത് സിസ്റ്റം ആദ്യം സോക്കറ്റ് ക്രിയേഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബൈൻഡ്. ബൈൻഡ് എന്ന് പറയുന്നത് നോർമലി സെർവർ സൈഡിലെ ഫംഗ്ഷൻ ആണ്. ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ബൈൻഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് വേണ്ടി ഏത് സോക്കറ്റ് ഏത് പോർട്ട് എന്ന് കൃത്യമായിട്ട് ക്ലയന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലയന്റിലേക്കും വരണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി അതല്ല നോർമലി ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് കണക്ട് ആണ്. Connect function is used by client program to establish a connection to a remote machine. അതിനകത്ത് പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം എല്ലാത്തിലും ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് പോകുന്നതാണ്. ആദ്യത്തെ ഫീൽഡുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ കുറച്ച് ഫീൽഡുകൾ 3 ഫീൽഡുകളെല്ലാം പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്
കോമൺ നേച്ചറിലേക്ക് പോകുന്ന കാര്യമാണ്. അതിന്റെ സോക്കറ്റിന്റെ ഡിസ്ക്രിപ്റ്റർ ടേബിൾ ആയിരിക്കും, കറസ്പോണ്ടിങ് അഡ്രസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ആ അഡ്രസ്സിന് വേണ്ടി സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെങ്ത് എത്രയാണെന്നുള്ളതാണ് പൊതുവെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ടല്ലോ, അപ്പൊ ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ഫംഗ്ഷൻ കോളിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ഇതേപോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഹെഡർ ഫയൽസുകൾ അതിന്റെ ഒപ്പം തന്നെ യൂസ് ചെയ്യുന്നു. ദെൻ IP അഡ്രസ്, പോർട്ട് അഡ്രസ്, ലിസൺ ചെയ്യുന്ന പോർട്ട് അഡ്രസ്, IP അഡ്രസ് സ്പെസിഫിക്. അതിൽ ഒരു സെർവറിനെ സംബന്ധിച്ച് അപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് പോർട്ട് പലപ്പോഴും വെൽ നോൺ അപ്ലിക്കേഷൻസ് ആണ്, പോർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അഡ്രസ്സുകൾ ഓൾറെഡി അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തെ ഇനി സപ്പോസ് നമ്മളുടെ ബൈൻഡ് ഫംഗ്ഷൻ സമയത്ത് ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് ലോക്കൽ പോർട്ട് അഡ്രസ്സുകൾ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്യപ്പെടും, കറസ്പോണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണൽ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്കൽ പോർട്ട് അഡ്രസ് ഓട്ടോമാറ്റിക്കലായിട്ട് സെറ്റ് ചെയ്യും കേട്ടോ. അതൊരു പോയിന്റ് ഓർത്ത് വെക്കാനുള്ളത്. In the case of if connectionless client, the UDP use ചെയ്യുന്ന സമയത്ത് then the system call just stores the server address specified by the process. എന്നാൽ മാത്രമേ so that the system knows where to send any future data. The process writes to the socket file descriptor values. UDP സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെർവർ അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് മനസ്സിലാവുള്ളൂ എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഫ്യൂച്ചർ ഡേറ്റ. UDPയുടെ പ്രത്യേകത പറഞ്ഞാൽ സെൻഡ് ചെയ്യുന്ന ഡേറ്റാസിന് കണക്ഷൻ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തല്ല മാസ് വാല്യൂസ് ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ എന്നൊക്കെ പ്രത്യേകിച്ച് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും പോകേണ്ടി വരിക. മാക്സിമം റിലയബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും അവിടെ കൊടുക്കുക. അങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഈ ഒരു പോയിന്റ് ദാറ്റ് ഈസ് നമ്മൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അഡ്രസ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റുമായിട്ടുള്ള ക്ലയന്റ് സെർവർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏത് ഫംഗ്ഷൻ കോളാണ്, കണക്ട് സിസ്റ്റം ഫംഗ്ഷൻ കോൾ ബേസ് ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് connect system call results in actual connection establishment between the local and remote system in the case of connection oriented protocol. That means three-way exchange. നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് പരിപാടി ആദ്യം ചെയ്യുമല്ലോ. കണക്ഷൻ ഓറിയന്റഡിനകത്ത് ആദ്യം ചെയ്യപ്പെടുന്ന പ്രൊസീജിയർ. ഇതിനകത്ത് ഇത് റാൻഡം ആയിട്ട് ഏതൊക്കെ സിസ്റ്റം കോളുകൾ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ. അപ്പം ക്ലയന്റിന്റെ സൈഡിലാണ് നമ്മൾ ആക്ച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ കോള്, കണക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേ സമയം സെർവറിന്റെ സൈഡിൽ നമ്മൾ വർക്ക് റൺ ചെയ്തുകൊണ്ടില്ലെങ്കിൽ സെർവറിന്റെ സൈഡിലുള്ള ഫംഗ്ഷൻ കോൾ ആയിട്ട് നമ്മൾ ലിസൺ കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സെർവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബൈൻഡിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം the server is waiting or listening for anybody is requesting for service. ആരെങ്കിലും സർവീസ് റിക്വസ്റ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ലിസൺ സിസ്റ്റം കോൾ ആയിട്ട്. ദിസ് ലിസൺ കോൾ വെയിറ്റ് ഫോർ എ ക്ലയന്റ് ടു ട്രൈ ടു കണക്ട്. അപ്പൊ ഈ കണക്ഷൻ കേസസിനകത്ത് നമ്മൾ പറഞ്ഞ രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് നമുക്ക് പറയാം. ഐറ്ററേറ്റീവ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കൺകറന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ് ഓർക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഐറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് സർവീസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സെർവറിന്റെ സർവീസ് ഫുൾ ടൈം എന്ത് ചെയ്യും, പാരന്റ് ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കാം. ക്രിയേറ്റ് ചെയ്ത സോക്കറ്റിൽ വന്ന് സർവീസ് ഫുൾ തീർത്ത് പോകുന്നിടം വരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സിംഗിൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ അവിടെ ഐറ്ററേറ്റീവ് പാറ്റേണിനകത്ത് എടുക്കുന്നത്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒറിജിനൽ സോക്കറ്റ് അതേപടി തന്നെ അത് ഫോക്ക് ചെയ്യും, ക്ലയന്റിനെ അടുത്ത
ചൈൽഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന പോലെ. ഞാൻ പറഞ്ഞ ഒരു ഷോപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കാണുന്ന ആളെ എന്താ സർവീസ് വേണ്ടതെന്ന് ചോദിച്ച് നമ്മുടെ കൂടെ വന്ന് അയാൾ ഫുൾ ടൈം നമ്മുടെ എല്ലാ ആവശ്യം കഴിഞ്ഞ് നമ്മൾ പോകുന്നിടം വരെ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് ഐട്രേറ്റീവ് മോഡിലാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം നമ്മൾ കടയിലേക്ക് ചെല്ലുന്നു, നമ്മൾ കടയിൽ ചെന്ന് നമ്മുടെ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സർവീസിലേക്ക് പറ്റുന്ന ഒരാളെ നമുക്ക് അസൈൻ ചെയ്തു തരുന്നു, നമ്മൾ അവരുടെ കൂടെ പോയിരുന്നു. പിന്നെയും അടുത്ത ആൾ വരുന്ന ലിസൺ നോക്കുന്നത് ആൾക്ക് ഇതുപോലെ തന്നെ ആരാണോ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ അസൈൻ ചെയ്ത് അയാളുടെ സർവീസ് എന്താണ്, അയാൾക്ക് ആവശ്യം എന്താണോ ആ സാഹചര്യം നടത്തക്ക രീതിയിൽ ഒരാളെ അസൈൻ ചെയ്ത് വിടുക. ആ രീതിയിൽ പോകുമ്പോൾ അത് കൺകറന്റ്. അപ്പൊ പാരന്റ് ഓൾവേസ് എന്തായാലും ലിസൺ എന്ന് പറയുന്ന രീതിയിലായിരിക്കും ക്ലയന്റ് റിക്വസ്റ്റുകളെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും, ദെൻ അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ക്യൂ ജനറേഷൻ സാധ്യമാണ്. ഒന്നിൽ കൂടുതൽ ക്ലയന്റുകൾ ഒന്നിന് പുറകെ ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സർവീസ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പാരന്റ് ഇന്റേഴ്സ് അല്ലെങ്കിൽ സെർവർ സൈഡിൽ ഒരു ക്യൂ ജനറേറ്റ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആളെ അസൈൻ ചെയ്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശരിക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. That means listen function is executed after both socket and bind call. അതേപോലെ തന്നെ ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിന് മുമ്പ് തന്നെ. ആക്സെപ്റ്റ് ഫേസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണോ റീഡ് റൈറ്റ് ചെയ്ത് ഓപ്പറേഷൻസ് ആണോ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ സ്ട്രക്ചർ ആണിത്, ഫംഗ്ഷന്റെ പാറ്റേണും. ഇതിനകത്ത് തന്നെ ഈ ലിസൺ ഇതിനകത്ത് ഈ ക്യൂ ജനറേറ്റ് ചെയ്യുന്നുള്ള ഈ ഒരു വാല്യൂ പറഞ്ഞപ്പോൾ ഈ ക്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് പറ്റുന്ന ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമം എത്ര ക്ലയന്റുകളെ അറ്റ് എ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കണക്ഷൻ മാക്സിമം വാല്യൂ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഷോപ്പിലെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചാലും മതി. ഇപ്പൊ നമുക്ക് അവിടെ മാക്സിമം എത്ര പേര് സർവീസ് അവരുടെ ഫ്ലോറിലേക്ക് നമ്മളെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ആൾക്കാരുണ്ടോ അത്രയും കസ്റ്റമേഴ്സ് വരുമ്പോഴല്ലേ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ ഒരാളെ പലരും മാനേജ് ചെയ്യേണ്ട അവസ്ഥ വരും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എത്ര മാക്സിമം കണക്ഷൻ കപ്പാസിറ്റി ബഫർ സൈസും കൂടെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തോളൂ. നമ്പർ ഓഫ് റിക്വസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് റിക്വസ്റ്റും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ ബാക്ക്ലോഗ്സ് നമ്മുടെ ബ്ലോക്കിംഗ് എന്ന നോൺ ബ്ലോക്കിംഗ് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ ഒരു കണക്ഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യപ്പെടും, വീണ്ടും ആ സർവീസ് അവിടെ ആൾക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ആരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തക്ക രീതിയിലുള്ള സെറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നമ്മളവിടെ ചെയ്തു കൊടുക്കും. സോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന ലിസൺ സോക്കറ്റിന്റെ പോലെ 5 എന്ന് പറയുന്നത് 5 എന്ന് ഉദ്ദേശിക്കുന്ന 5 ക്ലയന്റ്സ് ആണ് നമുക്ക് ഇവിടെ അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിനകത്ത് പോയിന്റ് ആയിട്ട് ഇനി ഇതിലൊപ്പം തന്നെ ആ ക്യൂവിൽ നിന്ന് ക്ലൈന്റ് റിമൂവൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എപ്പോഴാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ഈ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകുമല്ലോ. ആക്സെപ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലെങ്ത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ബഫർ യൂസ് ചെയ്യാം. ഇതെല്ലാം ഇതേപോലെ തന്നെയുള്ള ഇതാണ് ഫംഗ്ഷൻ സി പ്രോഗ്രാമിങ്ങിനകത്തുള്ള ബേസിക് നേച്ചറാണ് ഇതെല്ലാം. ഇതേപടി തന്നെ ഈ പറയുന്ന തിയറിറ്റിക്കലി പറയുന്ന കാര്യങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോക്കറ്റ് ഡിസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എറർ സോക്കറ്റ് എറർ ഉണ്ടെങ്കിൽ <0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 0യെക്കാളും കുറഞ്ഞൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ സോക്കറ്റ് ക്രിയേഷനെ ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞു. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് വിളിക്കുക, ലിസൺ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം കോമൺ. അപ്പൊ ഈ ഒരു പ്രാവശ്യം ഇത് സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് <0 ലിസൺ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഡിസ്ക്രിപ്റ്റർ ഫയൽ സോക്കറ്റിന്റെ ഡീറ്റെയിൽസിനൊപ്പം തന്നെ എത്ര ബഫർ വാല്യൂ എത്ര ക്ലയന്റിനെ അറ്റ് എ ടൈം പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള വാല്യൂ കൂടെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത്രയും വരെ ഇത് ജനറൽ സ്ട്രക്ചറാണ്. ഇനി അതിനുശേഷം വരുന്ന അതിനകത്ത് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിൽ നമുക്ക്
ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഫംഗ്ഷൻ കോൾ ആണ്. ആക്സസ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഇതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഡേറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ഫേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് പൊതുവെ ഈ ഒരു പോയിന്റ് ആക്സെപ്റ്റ് സിസ്റ്റം കോൾ ഈസ് യൂസ്ഡ് ഫോർ സ്ട്രീം സോക്കറ്റ് സെർവർ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോൺ ബ്ലോക്കിംഗ് ഉണ്ടോ നോൺ ബ്ലോക്കിംഗ് ആണോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 3-way ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ഒരു ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ ആക്സെപ്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ അതേ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും സർവീസിന് അല്ലെങ്കിൽ അവരുടെ ആ എക്സിക്യൂഷന് വേണ്ടിയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവർക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണോ തീരുന്നത് അതിനുശേഷം മാത്രമേ ഉള്ളൂ ആ ഒരു ID അല്ലെങ്കിൽ ആ ഒരു സോക്കറ്റ് നമ്മൾ ഫർദർ യൂസിന് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്ത് ഡേറ്റ കണക്ഷൻ ഓറിയന്റഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് മുന്നേ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ബ്ലോക്ക് ചെയ്ത് വെച്ച് നോൺ ബ്ലോക്കിംഗ് പാറ്റേണിൽ നിൽക്കുന്ന ഒരു സൈറ്റ് ആണ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സെൻഡ് ചെയ്തിരിക്കുക. വെച്ചാൽ -1 എന്ന് പറയുന്ന ഒരു എറർ ആണ് നമ്മൾ കണക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കണക്ഷന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈനസ് വാല്യൂ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ ക്ലയന്റിലേക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെഗറ്റീവ് അല്ലാത്തൊരു വാല്യൂ നെഗറ്റീവ് -1 അല്ലെങ്കിൽ അതുപോലെ നെഗറ്റീവ് അല്ലാത്തൊരു വാല്യൂ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട്. അപ്പൊ ഒരു പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞ ശേഷം വീണ്ടും അത് ഇന്റർഫിയർ ചെയ്ത് വേറെ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഇടയിൽ നടത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ സോക്കറ്റിനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ പറഞ്ഞു ഈ കമ്മ്യൂണിക്കേഷൻ ഇന്ന ക്ലയന്റ് ആയിട്ടാണ് നടത്തേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു. ആ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ദറ്റ് ഈസ് വി ആർ പ്രൊവൈഡിങ് ക്ലയന്റ് അഡ്രസ്. ക്ലയന്റ് അഡ്രസ് ആണ് ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് അതിന്റെ അഡ്രസ് ലെങ്ത്തും ആണ് നമ്മളിവിടെ പാസ് ചെയ്തത്. ഈ ഒരു ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നെ കമ്മ്യൂണിക്കേഷനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ക്ലയന്റ് എന്ത് സർവീസ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സോക്കറ്റ് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു അഡ്രസ് കേസിനകത്ത് നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നത് ഇവിടെ പാസ് ചെയ്തു പോകുന്ന വാല്യൂ ക്ലയന്റ് അഡ്രസ് ആണ്. ഇതേ പറഞ്ഞ നമ്മൾ ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ കോമൺ ആണ്. ഇതിന് മുന്നേ പറഞ്ഞ കാര്യം പറയാൻ ഈ ഹെഡർ വാല്യൂസ് എല്ലാം പാസ് ചെയ്ത് പോകുന്ന ഈ ഹെഡർ വാല്യൂസിന്റെ ഡീറ്റെയിൽസ് ഒരു പ്രാവശ്യം പഠിച്ചു വെച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷൻ കോമൺ ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോൺ സീറോ വാല്യൂ അല്ലെങ്കിൽ എറർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ വിത്ത് എറർ മെസ്സേജ് ആയിരിക്കും വരിക എന്നുള്ളതൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫേസിനകത്ത് സംഭവിക്കുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പൊ ആദ്യത്തെ കേസിനകത്ത് സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ബൈൻഡിങ് നടക്കുന്നു. ദറ്റ് മീൻസ് ദെൻ ലിസൺ ചെയ്യുന്നു. ലിസൺ ചെയ്തതിനു ശേഷം ക്ലയന്റ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് എന്ന ഫേസ് വന്നു കഴിയുമ്പോൾ കറസ്പോണ്ടിങ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു റേഞ്ച് അല്ലെങ്കിൽ ഏരിയ പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ക്ലയന്റിന്റെ ഫൈനൽ ഫേസ് ആയിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് എടുക്കുക. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്, സെർവറിൽ നിന്ന് വാല്യൂ ഇങ്ങോട്ട് എടുക്കുകയാണോ ചെയ്തോ അത് അങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ പോവുകയാണോ എന്നുള്ള ഓപ്പറേഷൻസ്. ഈ ആക്സെപ്റ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ സോക്കറ്റ് ഡിസ്ക്രിപ്റ്റഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാട്ടോ നമ്മൾ ബാക്കി ഓപ്പറേഷൻസ്. ഇതിന് രണ്ട് സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് കൺകറന്റ് സർവീസസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദി സർവീസ് കൺകറന്റ് സർവീസസ് ആയിരിക്കും വരിക. ഐറ്ററേറ്റീവ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സെക്യൂരിറ്റി ആവശ്യമുള്ള പോലെ അതുപോലെ വളരെ ഷോർട്ട് പീരീഡ് എക്സിക്യൂഷൻ വരുന്ന രീതിയിലുള്ള സർവീസസുകളാണ് ഐറ്ററേറ്റീവിനകത്ത് എടുക്കുന്നത്. ഇവിടെ ഇതിനകത്തൊരു ടേം കാണുന്നുണ്ട്. ഈ ഫോക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ സബ് സെക്ഷൻസ് അലോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു പാരന്റ് സോക്കറ്റ് എപ്പോഴും ഡിസൈൻ ചെയ്തിരിക്കും, എന്നിട്ട് ചൈൽഡ് സോക്കറ്റ് സർവീസ് അത് പേഴ്സൺ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോക്കിംഗ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. പാരന്റ് ചെയ്യുന്ന പോലെയുള്ള എഫക്ട്
കിട്ടുന്നു. That is when a connection request is received and accepted, the process works with the child process serving in connection and the parent waiting for another connection request. ഒരു ചൈൽഡ് പ്രോസസ്സിലേക്ക് ഇതിന്റെ അസൈനിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ സോക്കറ്റ് ഐഡി ഉണ്ടല്ലോ, ഡിസ്ക്രിപ്റ്റർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് നെക്സ്റ്റ് മാനേജ്മെന്റ് ഗിവ് ആൻഡ് ടേക്ക് റിസീവ് സെൻഡ് ആൻഡ് റിസീവ് പാറ്റേണുകൾ മാനേജ് ചെയ്യപ്പെടുന്നത്. ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നിടം വരെ ന്യൂ സോക്കറ്റ് ഫയൽ ഡിസ്ക്രിപ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് അക്സെപ്റ്റ് ഫേസിന് ശേഷം നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. നമ്മുടെ സർവീസിന്റെ നേച്ചർ റീഡ് ആണോ റൈറ്റ് ആണോ, നോർമലി രണ്ട് രീതി ഓപ്പറേഷൻസ് അല്ലേ, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും, ഒന്നെങ്കിൽ എടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ, ഈ രണ്ട് രീതികൾക്കാണ് ഒരു കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ റീഡ് റൈറ്റ് എന്ന് പറയുന്ന പല കോമ്പിനേഷൻ സിസ്റ്റം കോൾസുകളുണ്ട്. റീഡ് റൈറ്റ് പെയർ ഒരെണ്ണമുണ്ട്, അതേപോലെ സെൻഡ് റിസീവ് പാറ്റേൺ ഒരെണ്ണമുണ്ട്, സെൻഡ് ടു റിസീവ് ഫ്രം പാറ്റേണുകളുണ്ട്. ഈ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫറിംഗ് ആണ്, ഡേറ്റ ട്രാൻസ്ഫറിംഗ് ആണ് നടക്കുന്നത്, കണക്ഷൻ ഓറിയന്റഡ് ആണോ, കണക്ഷൻ ലെസ് ആണോ, അതേപോലെ തന്നെ സ്ട്രീം ഒറ്റ സ്ട്രക്ചറിൽ ചെയ്യുന്നു, അത് മൾട്ടിപ്പിൾ റൈറ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ റീഡ് ഉള്ള രീതിയിലുള്ള ഓപ്പറേഷൻസ് വരുന്നുണ്ടോ, അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണോ ചെയ്യുന്നത്, സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ ആണോ, അത് ഏത് രീതിയിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിലാണ് പോകുന്നതനുസരിച്ചാണ് നമ്മൾ ഈ കോമ്പിനേഷൻ റീഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ റൈറ്റ് ഫംഗ്ഷൻ, സെൻഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് റിസീവ് എന്നുള്ളത്, സെൻഡ് ടു കറസ്പോണ്ടിങ് ആയിട്ടാണ് റിസീവ് ഫ്രം. ഇതെല്ലാം വെർസറ്റൈൽ അഡ്രസ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് നമ്പർ ഓഫ് വാല്യൂസിന്റെ ഓപ്ഷൻസിലാണ് ഇതെല്ലാം യൂസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇത് നോർമലി കണക്ഷൻ ഓറിയന്റഡ് ആണോ കണക്ഷൻ ലെസ് ആണോ എന്ന് അറിഞ്ഞുകൊണ്ട് നോക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഏത് ഫംഗ്ഷൻ ആണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് നോക്കുന്നത്, സെൻഡ് ചെയ്യുന്ന വാല്യൂന്റെ സൈസും. അപ്പൊ പേയേഴ്സ് ജനറൽ ആയിട്ട് ഓർത്ത് വെക്കുക, റീഡിന്റെ കൂടെ റൈറ്റ്, സെൻഡ്, റിസീവ്, സെൻഡ് ടു, റിസീവ് ഫ്രം. പ്രോട്ടോകോൾ ബേസ് ചെയ്ത് പറഞ്ഞില്ലേ, കണക്ഷൻ ഓറിയന്റ് ആണോ കണക്ഷൻ ലെസ് ആണോ അനുസരിച്ച് ഓരോന്ന് മാറി. ഇനി ഇതിന്റെ വ്യത്യാസം പറഞ്ഞിട്ട് സിമ്പിൾ റീഡ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് കണക്ഷൻ ഓറിയന്റഡിൽ മാത്രമേ നമുക്ക് കണക്റ്റഡ് സോക്കറ്റ്സിനകത്ത് മാത്രം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സോക്കറ്റ്സിലാണ് സിമ്പിൾ റീഡ് റൈറ്റ് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി സെൻഡ് ടു റിസീവ് ഫ്രം എന്ന് പറയുന്ന ആ ടേം കാണുമ്പോൾ തന്നെ സെൻഡ് ടു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് പറഞ്ഞു കൊടുക്കുക, റിസീവ് ഫ്രം എന്ന്. അപ്പൊ കണക്ഷൻ ലെസ് ആണെങ്കിൽ UDP പാറ്റേൺ കണക്ഷൻ ലെസ് അല്ലാത്താണ് നമുക്ക് എവിടേക്ക് സെൻഡ് ചെയ്യണം, എവിടുന്ന് റിസീവ് ചെയ്യണം എന്നുള്ള വിത്ത് അഡ്രസ് നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് പ്രോട്ടോകോൾ. അതിനകത്ത് ഓരോന്നിനെ കുറിച്ചും സിമ്പിൾ ആയിട്ട് അഡീഷണൽ ഫർദർ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. റീഡിന്റെ പെയർ ആണ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് യൂസ് ടു റിസീവ് ഡേറ്റ ഫ്രം ദ റിമോട്ട് മെഷീൻ. ഇത് റീഡും റൈറ്റും ഓർക്കേണ്ട എപ്പോഴും കണക്ഷൻ ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് ദർ ഈസ് ഓൾറെഡി ആൻ ഓപ്പൺ കണക്ഷൻ പ്രസന്റ് ബിറ്റ്വീൻ ടു മെഷീൻസ്. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് TCP. TCP പ്രോട്ടോകോളിനെ ബേസ് ചെയ്താണെങ്കിൽ നമ്മൾ TCP കണക്ഷൻ ഓറിയന്റഡ് പാറ്റേണിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തെടുക്കാനായിട്ട് വരുന്നത്. അതിനകത്ത് കൊടുക്കുന്ന അതിന്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് ഇതേപോലെ തന്നെ ഏത് സോക്കറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സോക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ വാല്യൂ. ബഫർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നമ്മൾ പറയുന്നത്. ബഫർ ലെങ്ത് എത്ര വാല്യൂ ആണ് നമ്മൾ പോകുന്നത്, അതിന് സ്റ്റോർ ചെയ്യാനുള്ള ലെങ്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് കൊടുക്കുന്നത്, റീഡ് ഫംഗ്ഷന് കൊടുക്കുന്നത്. ഇതിന്റെ തന്നെ തന്നെയായിരിക്കും റൈറ്റിലേക്കും വരികയാണ്. അപ്പം ഇത് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നെഗറ്റീവ് അല്ലാത്തൊരു വാല്യൂ റിട്ടേൺ ചെയ്ത്, ദാറ്റ് ഈസ് 0 എന്നുള്ള രീതിയിൽ കൊടുത്ത് എൻഡ് ഓഫ് ഫയൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 0 റീഡ് ചെയ്ത് വരുന്ന സമയത്ത് എൻഡ് ഓഫ് ഫയൽ എന്നുള്ള രീതിയിലായിട്ട് എടുക്കുന്നത്.
എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് റീഡ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. എറർ ആണെങ്കിൽ മാത്രം നെഗറ്റീവ് വാല്യൂ. കണക്ഷൻ സെൻഡ് ചെയ്യാൻ പറ്റാത്ത എററിന് നെഗറ്റീവ്, അല്ലാത്തതിനകത്ത് ഈ 3 വാല്യൂസിനെ കുറിച്ച് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇവിടെ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്ന സാധനം മുന്നിൽ ഒരു വേരിയബിളിനെ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പോയിന്റർ ഡിസ്ക്രിപ്ഷൻ ആണ്. പോയിന്റർ മീൻസ് അഡ്രസ് സ്പെസിഫിക്കേഷൻ വരുന്നതുകൊണ്ടാണ് പോയിന്റർ. വേരിയബിളും പോയിന്ററും നമ്മൾ വ്യത്യാസം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ബഫർ എന്ന് പറയുന്നത് പോയിന്റർ ആണ്. ഇത് ബഫർ ഈസ് എ പോയിന്റർ ടു ദ ബഫർ വേർ വി ക്യാൻ സ്റ്റോർ ദ ഡേറ്റ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റീഡ് ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ളതും അതിന്റെ ലെങ്ത്തും ആണ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ റീഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത്, നമ്പർ ഓഫ് ബൈറ്റ്സ് നമുക്ക് കിട്ടും. എൻഡ് ഓഫ് ഫയൽ എത്തുമ്പോൾ 0 റിട്ടേൺ ചെയ്യപ്പോൾ നെഗറ്റീവ് എറർ ആണെന്നുണ്ടെങ്കിൽ മൈനസ് വാല്യൂ ആയിരിക്കും. ഇതിന്റെ സംഗതി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, റൈറ്റിനും ഓപ്പറേഷനും സെയിം സാധനം തന്നെ. ദാറ്റ് മീൻസ് വി വോണ്ട് ടു സെൻഡ് സം ഡേറ്റ ടു പ്രോസസ് റണ്ണിങ് ഓൺ റിമോട്ട് മെഷീൻ. റിമോട്ട് മെഷീനിൽ നിന്ന് എടുക്കുന്നു, റിമോട്ട് മെഷീനിലേക്ക് കൊടുക്കാനും 2 കാര്യങ്ങളും എത്ര കൊടുക്കുന്നു എന്നുള്ളതും അത് എത്ര സ്റ്റോർ ചെയ്യാനുള്ള സൈസ് ക്ലെയിം ചെയ്യണം, എത്രയാണോ വേണ്ടത്, എന്താണോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. ഇതിനകത്ത് എന്തുകൊണ്ട് എൻഡ് ഓഫ് ഫയൽ എന്ന് വെച്ചാൽ, കാരണം നമ്മൾ എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് ചെക്കിംഗ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം കൊടുക്കുന്ന വാല്യൂ അത്രയും അവിടെ സ്റ്റോർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ റീഡ് റൈറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഓറിയന്റഡ് കേസിൽ കൊടുക്കുന്ന 2 കേസസ് ആണ്. അവിടെ നമ്മൾ എത്ര ക്യാരക്ടർ സൈസ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ പോകുന്നു, അതിന്റെ മെമ്മറി അഡ്രസ്സ് എവിടുന്ന് ഉള്ള ഇത്രയും സൈസിലുള്ള മെമ്മറി റൈറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും സൈസിലേക്ക് റീഡ് ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് അതിനകത്ത് വരുന്നതാണ് സെൻഡ് ടു റിസീവ് ആൻഡ് റിസീവ് ഫ്രം എന്നുള്ളത്. സെൻഡും റിസീവും, സെൻഡ് ടു റിസീവ് ഫ്രം, അതിന്റെ പേര് ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു കേസസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സിന്റാക്സിനകത്ത് ഉണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻസ്. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അഡ്രസ് സ്പെസിഫിക്കേഷൻ വേണ്ടതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വാല്യൂസും കൂടെ അതിന് ആർഗ്യുമെന്റ് ലിസ്റ്റിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിനകത്ത് അഡ്രസ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഇന്റിജർ വാല്യൂ ആണ്. സ്റ്റോർ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട വാല്യൂവിന്റെ സൈസ് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഇതെല്ലാം ജനറൽ പാറ്റേൺ തന്നെ, ഫ്ലാഗുകളെ കുറിച്ച് മാത്രമാണ് നമുക്കൊന്ന് ഓർക്കേണ്ടത്. ഏത് പാറ്റേണിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ സെൻഡ് ആൻഡ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മോഡിൽ നമുക്ക് ഈ സാധനത്തിനെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പൊതുവെ കണക്ഷൻ ഓറിയന്റഡ് ആവുമ്പോൾ നമുക്ക് റീഡ് റൈറ്റ് യൂസ് ചെയ്താൽ മതി. കണക്ഷൻ ലെസ്സിനകത്ത് നമുക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫ്ലാഗിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ബൗണ്ട് ഡേറ്റാസിനെ സ്പെസിഫിക്കാനാണ് OOB എന്നുള്ള രീതിയിൽ ഫ്ലാഗ്. സപ്പോസ് ഇത് പീക്ക് എന്ന് പറയുന്നത്, പീക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പീക്ക് മീൻസ് നമ്മൾ ഒരു സാധനം റീഡ് ചെയ്യുന്നതിനും, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധനം വേണം, എന്തെങ്കിലും എടുക്കണം. അപ്പം പയർ, നമുക്ക് അടുക്കളയിലുള്ള സാധനം എന്താ വെച്ചു, എന്തെങ്കിലും അടുക്കള, ഇപ്പൊ ചെറുപയർ, വൻപയർ, അങ്ങനെ എന്തെങ്കിലും പയർ വർഗ്ഗങ്ങളാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതൊരു ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു ബോട്ടിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അതിൽ പ്രത്യേകിച്ച് ലേബൽ ഒന്നുമില്ല, അതേപോലത്തെ കുപ്പിയാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് തുറന്ന് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. ചില നമ്മൾ അതിനകത്തോട്ട് കൈയിട്ട് നോക്കുക എന്നുള്ള രീതിയിലാണ്. എടുത്തു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണോ ഇരിക്കുന്നതെന്നുള്ള. അതേസമയം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ട്രാൻസ്പെറന്റ് കുപ്പിക്കകത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് എടുത്തു നോക്കേണ്ട കാര്യമില്ല. പകരം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനമാണോ അതിരിക്കുന്നത്. അപ്പോൾ പീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്, സാധനത്തിനെ റിമൂവ് ചെയ്ത് എടുത്തു നോക്കുക എന്ന് വെച്ചാൽ റീഡ് ചെയ്യുന്നത്. റീഡ് മീൻസ് എടുക്കുക എന്ന് വെച്ചാൽ എടുത്തിട്ട് അത് നമുക്ക് വേണ്ടതാണോ നോക്കുക, നമുക്ക് വേണ്ടതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കുക. അങ്ങനെ ഒരു പാറ്റേണിലല്ലാതെ തന്നെ
വേണ്ടതാണോ എന്ന് എടുക്കുന്നതിന് മുന്നേ തന്നെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പീക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലായി കയറാൻ പറ്റും. അതുകൊണ്ട് എത്തി നോക്കുക എന്ന് പറയുന്ന പോലെ എടുക്കുന്നതിന് മുന്നേ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുന്നില്ല. ലുക്ക് അറ്റ് ഡേറ്റ വിത്തൗട്ട് റീഡിങ്. സാധാരണ സ്റ്റാക്ക് ഓഫ് ഓപ്പറേഷനകത്ത് ഇത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാക്കിനകത്ത് നിന്ന് സാധനം പോപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ എലിമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ പീക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി എടുക്കാതെ തന്നെ അതിനകത്ത് ആ മെമ്മറിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാതെ ആ ലൊക്കേഷനിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ ആ സാധനം നമുക്ക് വേണോ വേണ്ടേ നോക്കിയിട്ടുള്ള ആവശ്യമുള്ളതാണോ ഇല്ലയോ നോക്കിയതിന് ശേഷം റിമൂവ് ചെയ്യാനുള്ള രീതിയിൽ. ഇതേപോലെ തന്നെ അപ്പൊ ഈ ഒരു ഓരോ ഫ്ലാഗുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല ഡേറ്റാസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻഡ് ഫംഗ്ഷന്റെ കേസ്, സെൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, സെൻഡ്സ് ദ മെസ്സേജ് ഓൺലി വെൻ ദ സോക്കറ്റ് ഈസ് കണക്റ്റഡ് സോക്കറ്റിനകത്തോട്ട് സെൻഡ് ചെയ്യാനായിട്ട്. ഇവിടെയും എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്കറ്റ് ഐ ഡി, ഈ വാല്യൂസ് എങ്ങനെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത്ര പെർസെന്റേജ് ബൈറ്റ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. സെൻഡും സെൻഡ് ടു എന്നുള്ള വ്യത്യാസം സെൻഡ് ടു എസ്പെഷ്യലി നമുക്ക് എന്തിനകത്ത് യൂസ് ചെയ്യാം, കണക്ഷൻ ലെസ്സിനകത്ത് നമ്മൾ പറയാം അവിടെ അഡ്രസ് ഉൾപ്പെടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. സപ്പോസ് ഇത് ഈ സെൻഡ് ടു കണക്ഷൻ ഓറിയന്റഡ് അകത്ത് യൂസ് ചെയ്യാം, പക്ഷെ അപ്പൊ അവിടെ എന്ത് ചെയ്യാം, ഈ അഡ്രസ് സ്പെസിഫിക്കേഷന് പ്രത്യേകിച്ച് എഫക്ട് ഒന്നും ഇല്ല എന്ന് മാത്രം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ അതിനൊരു നമുക്കൊരു അനുഭവം വരുന്ന രീതിയിൽ ഇല്ല എന്ന് മാത്രം ഉണ്ട്, പക്ഷെ അറിയാം എന്നുള്ള രീതി മാത്രം. സെൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് റിസീവ് എന്ന് പറയുന്നത്. റിസീവിന് ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത്, അതേപോലെ റിസീവ് ഫ്രം നമുക്ക് യൂസ് ചെയ്യാം, രണ്ടും രീതിയിലാണ്. ഈ സെൻഡിന്റെ റിസീവ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് റൈറ്റ് കണക്ഷൻ ഓറിയന്റഡ് മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ സെൻഡ് റിസീവ് എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡിലും യൂസ് ചെയ്യാം, കണക്ഷൻ ലെസ്സിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് അവിടെ വരുന്ന ഹെഡർ ലെങ്ത് വേരിയേഷൻസ് വരും എന്ന് പറയും, പാരാമീറ്റർ വാല്യൂസിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. വിത്ത് അഡ്രസ്സോട് കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. റിസീവ് ഫ്രമും ഇതേപോലെ തന്നെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അല്ലെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻഡ് റിസീവ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് സോക്കറ്റ് ക്ലോസ് ചെയ്യാന്നുള്ളത്. ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അത് രണ്ട് ഫംഗ്ഷൻസ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുക. സോക്കറ്റ് ക്ലോസ് ചെയ്യാൻ വി ആർ യൂസിങ് 2 ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ക്ലോസ്, അദർ വൺ ഈസ് ഷട്ട് ഡൗൺ. ക്ലോസും ഷട്ട് ഡൗൺ തമ്മിൽ വ്യത്യാസം വെച്ചാൽ ക്ലോസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കണക്ഷൻ വളരെ പെട്ടെന്ന് നമ്മൾ ഇട്ട് കളയാം, അതിന്റെ സ്ട്രക്ചേഴ്സിന് ഒരു സ്റ്റോറിങ് കൊടുക്കാതെ തന്നെ, അല്ലെങ്കിൽ എന്താണോ സെൻഡ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ കറണ്ട് പോകുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ കറണ്ട് പോകുമ്പോൾ സിസ്റ്റത്തിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കംപ്ലീറ്റ് ആയിട്ട് പോവുകയല്ലേ, നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ പോകുമായിരുന്നു. എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് സേവ് ചെയ്തിട്ടില്ലാത്ത കണ്ടന്റ് അതേപടി അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിനിമം സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താ സേവ് പാറ്റേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും എമൗണ്ട് ഒരു ടൈം വരെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്, അത്രയും ടൈം വരെ ചെയ്ത കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിക്കവർ ചെയ്യാനുള്ള റിക്കവർ മോഡ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ് ക്ലോസും ഷട്ട് ഡൗൺ തമ്മിൽ സംഭവിക്കും. ക്ലോസ് എന്ന് പറയുന്നത് അബ്രപ്റ്റ് ആയിട്ട് പോസ് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളുണ്ടോ ആ ഫംഗ്ഷൻ അത് സെൻഡർ റിസീവ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു പോയോ എന്ന് കൺഫേം ആകുന്നതിന് മുമ്പുള്ള ഒരു ക്ലോസിങ് അവിടെ സംഭവിക്കും. പക്ഷെ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഫേസ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു ക്യൂവിലേക്ക് നമ്മൾ ഓൾറെഡി നിൽക്കുന്ന ആൾക്കാരെല്ലാം ക്യൂ ക്ലോസ് ചെയ്തു, പക്ഷെ ഇനി ആ നിൽക്കുന്ന ആൾക്കാരെല്ലാം പാസ് ചെയ്ത് പോകുന്നിടം വരെ എന്ത് ചെയ്യും, അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യാനുള്ള കേസസ് നമുക്ക് രണ്ട് സെൻഡ് ആൻഡ് റിസീവിനകത്ത് എന്ത് ഓപ്പറേഷൻ ആണോ ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാം. പക്ഷെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൻഡിങ് വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടും. റിസീവ് ചെയ്യാൻ കുറച്ചുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്ത് മുഴുവൻ ശേഷം എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ടേബിളിലും അതിന്റെ ഡീറ്റെയിൽസ് റിമൂവ് ആവുള്ളൂ. സെൻഡ് ചെയ്യുന്ന അതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് സെൻഡ് ആൻഡ് റിസീവ് ഓപ്പറേഷൻസ് ഒരു ജെന്യൂൻ പാറ്റേണിലായിരിക്കും. വെച്ചാൽ ഇൻ ബിറ്റ്വീൻ വെച്ച് ഡേറ്റ ലോസ് ഇല്ലാതെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും ഷട്ട് ഡൗൺ യൂസ് ചെയ്ത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രയോറിറ്റി വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുക, ഇന്റിജർ വാല്യൂ കൂടെ യൂസ് ചെയ്തുകൊണ്ടാട്ടോ ഇതിന്റെ ഫംഗ്ഷൻ പാറ്റേൺസ് നമ്മൾ കൊടുക്കുന്നത്. ക്ലോസ് ഫംഗ്ഷൻ അത് ജസ്റ്റ് സോക്കറ്റ് ഒരൊറ്റ സിംഗിൾ ആർഗ്യുമെന്റേ ഉള്ളൂ, അത് സോക്കറ്റ് വാല്യൂ മാത്രമായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് സെൻഡ് ആൻഡ് റിസീവ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചൊന്നും
കംപ്ലീറ്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ നടക്കുന്നുള്ളൂ. സെമി ഷട്ട് ഡൗണിനകത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇപ്പൊ പ്രയോ വാല്യൂ നമ്മൾ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിന്റെ മാനേജ്മെന്റ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി പാറ്റേൺ. ഫർദർ റിസീവ്സ് ആർ ഡിസ്അലൗഡ്. 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫർദർ സെൻഡ്സ് ആർ ഡിസ്അലൗഡ്. 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെൻഡ്സ് ആൻഡ് റിസീവ്സ് ആർ ഡിസ്അലൗഡ്. വെച്ചാൽ ഒരെണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ റിസീവ്സ് ആണ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ റിസീവ് ചെയ്ത് അത്രയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഫർദർ സെൻഡ് ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സെൻഡ് ചെയ്ത് തന്നെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യപ്പെടും. ഇതാണെന്നുണ്ടെങ്കിൽ ഫർദർ സെൻഡും റിസീവും ഒരേ സമയം ചെയ്യും. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യപ്പെടും. ഇനി രണ്ട് ജനറൽ ആയിട്ട് ഇതിനകത്ത് ഈ ഇപ്പൊ പറഞ്ഞ ഫംഗ്ഷൻ കോളുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആർക്കിടെക്ചർ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ TCP ആൻഡ് UDP ആർക്കിടെക്ചർ പാറ്റേണിലാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. UDP ആർക്കിടെക്ചറിന്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഇത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. UDPക്കകത്ത് എന്താണ് നമ്മൾ കണക്ഷൻ ഓർപ്പ് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഹാൻഡ് ഷേക്കിംഗ് നമ്മളിവിടെ പെർഫോം ചെയ്തിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല UDPയെ സംബന്ധിച്ചിടത്തോളം. TCP ആണെങ്കിൽ ആ 3-way ഹാൻഡ് ഷേക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇവിടെ ദറ്റ് ഈസ് ബൈൻഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യണത് കമ്പൽസറി അല്ല. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേർണൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്ന രീതിയിൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഇംപ്ലിമെന്റേഷൻ സിമിലർ തന്നെ. ദാറ്റ് മീൻസ് സോക്കറ്റ് സെർവർ സൈഡിലുള്ള ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ കോൾസുകൾ, ക്ലയന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ കോളുകൾ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് സെർവർ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിന് കറസ്പോണ്ടിങ് അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ജനറൽ UDP എന്തുകൊണ്ട് കണക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ടാണ് ഈ ഫേസ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുള്ളത്. റിസീവ് ഫ്രം ബ്ലോക്ക് അണ്ടിൽ സെർവർ റിസീവ് ഡേറ്റ ഫ്രം ക്ലയന്റ്. ക്ലയന്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ക്ലയന്റ് സൈഡിൽ ബൈൻഡ് വേണമോ വേണ്ടയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ്. റിലയബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ഒരു ബൈൻഡിങ് സ്പെസിഫിക്കേഷൻസ് കൊടുക്കേണ്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ തന്നെ TCP ആർക്കിടെക്ചറിന്റെ ജനറൽ ആയിട്ടുള്ള എങ്ങനെയാ TCP ആണെന്നുണ്ടെങ്കിൽ TCP എന്ന് പറയാൻ കണക്ഷൻ ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഹിയർ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് സെർവറിന്റെ സൈഡിലും ക്ലയന്റിന്റെ സൈഡിലും ചെയ്യുന്ന സ്റ്റെപ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആട്ടോ അത് കൊടുത്തിരിക്കുന്നത്. Here the sequence of steps for connection oriented and first create a socket, bind it to a local port, then establish the address of the server, communicate with it, final terminate. സെർവർ എന്ന് പറയുന്ന റിപ്ലൈ ആവശ്യമുണ്ടോ ഇല്ലെന്നനുസരിച്ചിരിക്കും. സെർവറിനെ സംബന്ധിച്ചിടത്ത് ഇതേപോലെ തന്നെ ചെയ്യുന്ന ആദ്യം ക്രിയേറ്റ് എ സോക്കറ്റ്. ഇത് ഈ ഫേസ് ആണ്. ക്രിയേറ്റ് എ സോക്കറ്റ്, ബൈൻഡ് ഇറ്റ് ടു എ ലോക്കൽ പോർട്ട്, സെറ്റപ്പ് സർവീസ് വിത്ത് ഇൻഡിക്കേഷൻ ഓഫ് മാക്സിമം നമ്പർ ഓഫ് കൺകറന്റ് സർവീസസ്, accept request from client and receive message and reply, then finally terminate. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, പറഞ്ഞ പോലെ തന്നെ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുക. സർവീസ് കൊണ്ട് കൺകറന്റ് സർവീസ് ആണ് പൊതുവെ എല്ലാത്തിലും എടുക്കുന്നത്. പാരലൽ ആയിട്ട് ഒന്നിൽ കൂടുതൽ ക്ലയന്റുകൾക്ക് യൂസ് ചെയ്യാവുന്നതുകൊണ്ടാണ്. പാരന്റ് സോക്കറ്റ് എപ്പോഴും പുതിയ പുതിയ സർവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ അതിനൊരു മാക്സിമം കപ്പാസിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്ത് ക്യൂ ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതേ ഇതിന്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചർ TCP ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്ത് UDP ആർക്കിടെക്ചറും TCP ആർക്കിടെക്ചറും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലീസ് ആൻഡ് ആക്സെപ്റ്റ് പാറ്റേണിലുള്ള വേരിയേഷൻസ് ആണ് അവിടെ അടുത്തും സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ അതുപോലെ കണക്ട് സോക്കറ്റ് ബൈൻഡ് ഈ പിക്ചർ വെച്ച് പഠിക്കാനായിട്ട് പിക്ചർ ആദ്യം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം പിക്ചർ ഒന്ന് വരച്ചു വെച്ച് അത് ക്ലിയർ ആക്കിയതിന് ശേഷം ഇതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എക്സ്പ്ലനേഷന് പോയാൽ മതി. സോക്കറ്റ് ബൈൻഡ് ലിസൺ ആക്സെപ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഇത് കണക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റീഡർ റൈറ്റ് ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്യുക. മറ്റേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻഡ് ടു റിസീവ് ഫ്രം പാറ്റേണിനകത്ത് യൂസ് ചെയ്യാം. ഇനി ഇതിന് ഫോളോ ചെയ്ത് വരുന്ന ഒരു നെറ്റ്വർക്ക് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഞാൻ നോക്കിയില്ല, മുന്നേ നോക്കാത്തതുകൊണ്ട് അത് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ആക്കാന്ന് ഓർത്തോണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഓരോ ഫംഗ്ഷൻസ്
ഹെഡർ കേസ് യൂസ് ചെയ്തുകൊണ്ട് ജനറൽ പാറ്റേണിനകത്ത് സി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ബ്ലോക്കിംഗ് നോട്ട് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയല്ലേ മാക്സിമം കപ്പാസിറ്റി എത്തി അടുത്ത പ്രാവശ്യം ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഫ്ലഷ് ചെയ്ത് ഇൻഫോർമേഷൻസ് മാറ്റി പുതിയൊരു സ്ട്രക്ചറിലേക്ക് ആയിരിക്കും കേട്ടോ സ്റ്റോർ ചെയ്ത് വരുന്നത്. ബഫർ ഫ്ലഷിംഗ് അവിടെ നടത്തുന്നുണ്ട്. ഇത്രയും കൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. ഇപ്പൊ സോക്കറ്റ് ഇന്റർഫേസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. സോക്കറ്റ് ഇന്റർഫേസിംഗിനകത്ത് കൂടുതലായിട്ടും വരുന്നത് TCP UDP കണക്ഷനകത്ത് പ്രോട്ടോടൈപ്പ് പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഫംഗ്ഷൻ കോൾസുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത്. അടുത്ത ചാപ്റ്ററിൽ വരുന്നത് സോക്കറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഫേസ്. സോക്കറ്റ് പ്രോഗ്രാമിംഗ് നമ്മൾ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് ഫംഗ്ഷൻ കോളുകളാണ് നോക്കിയത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത റീഡർ റൈറ്റ് എന്നും അല്ലെങ്കിൽ സെൻഡർ റിസീവ് എന്ന് പറയുന്ന ഒരു ബേസിക് റേഞ്ചിലുള്ള ഡേറ്റ പാസേജിനെ കുറിച്ചുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ നോക്കി. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ ഓറിയന്റഡ് ആയി പ്രോസസ്സിന്റെ പ്രോസസിങ് കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ് പാസേജ് വെച്ചാൽ എല്ലാത്തിനും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം ഫർദർ ഫംഗ്ഷൻസ് നമുക്ക് വേണ്ടി വരും. മാപ്പിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഹിന്ദി അറിയാവുന്ന ഒരാൾ ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ദർ ഇസ് എ നീഡ് ഓഫ് ട്രാൻസ്ലേറ്റർ എന്ന് വെച്ചാൽ ഇവിടുന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മീഡിയേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് വേണ്ടി വരും. ഇപ്പൊ സപ്പോസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറിനും പ്രോട്ടോകോളിനകത്തും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതിന് പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയണേ പണ്ടത്തെ 32 ബിറ്റും 64 ബിറ്റ് പ്രോസസ്സേഴ്സിനൊക്കെ സ്പേസ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് പണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ബൈറ്റ് റെപ്രസെന്റേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇന്റിജർ എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് റെപ്രസെന്റേഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് പ്രോസസിംഗ് കപ്പാസിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റിജർ എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് സ്റ്റോറേജ് നമുക്ക് മാക്സിമം പറയാം 4 ബൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും സൈസ് ഓഫ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അതിന് അറ്റ് എ ടൈം മെമ്മറി എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കും, സ്റ്റോർ ചെയ്യാൻ പോകുന്നിരിക്കും. അതേപോലെ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ബിഗ് എൻഡിയൻ ലിറ്റിൽ എൻഡിയൻ രണ്ട് പാറ്റേണിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ബിഗ് എൻഡിയൻ ലിറ്റിൽ എൻഡിയൻ സ്റ്റോറേജ് വരുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ലോ അഡ്രസ്സിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത്, അതോ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഹയർ ഓർഡർ അഡ്രസ്സിലേക്കാണോ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ ഏത് സ്ട്രക്ചർ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ സർവീസ് പ്രൊവൈഡർ സിസ്റ്റത്തിനകത്ത് അതിനകത്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒരേ ഫോർമാറ്റ് തന്നെ ആയിരിക്കും നിർബന്ധമില്ല. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ഫംഗ്ഷൻ കോൾസിനെ കുറിച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആവുന്നുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വേണ്ടി വരുന്നത്, എങ്ങനെയൊക്കെയാണ് അഡ്രസ്സുകൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. ജനറൽ അപ്പൊ ഇത് ഓർത്ത് വെക്കുക, കോംപ്ലക്സിറ്റി റിക്വയർമെന്റ്സിന് ബേസ് ചെയ്തുകൊണ്ട് ബൈറ്റ് ഓർഡറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും, അഡ്രസ്സിംഗ് സ്കീംസിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാവും, റെസിപ്പിയൻസിന്റെ മൾട്ടിപ്പിൾ റെസിപ്പിയൻസ് വരുന്ന കമ്മ്യൂണിക്കേഷനകത്ത് മൾട്ടിപ്പിൾ റെസിപ്പിയൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള അങ്ങനെ ഡിഫറെന്റ് സിംഗിൾ റേഞ്ചിൽ റീഡർ ആയിട്ട് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുള്ള ഒരു സിംഗിൾ ക്ലയന്റുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് റേഞ്ചിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പുറമുള്ള ഇഷ്യൂസ് ഒരു റേഞ്ചിലുള്ള ആവശ്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഫെമിലിയർ ആവുന്ന കുറച്ച് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ നെക്സ്റ്റ് ചെയ്യാം ഈ ഒരു ചാപ്റ്റർ എന്നാ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ജനറൽ ഇതാണ് ഈ അഡ്വാൻസ് സിസ്റ്റം കോളിനകത്ത് കുറച്ച് അഡീഷണൽ ഫംഗ്ഷൻ ബേസിക് ഫംഗ്ഷൻ കോൾസിന് പുറമേ ഉള്ള കുറച്ച് ഫംഗ്ഷൻ കോൾസിനെ കുറിച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആവുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങനെ നെറ്റ്വർക്ക് മാപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ഇത് തന്നെ ഈ ഒരു ബൈറ്റ് ഓർഡറിംഗ്, ഈ ബൈറ്റ് ഓർഡർ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വന്റ് നമ്പർ ഓഫ് ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. പോസ്റ്റ് നെറ്റ്വർക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ 16 ബിറ്റും 32 ബിറ്റ് കൺവേർഷൻസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.
അപ്പൊ ജനറൽ ആയിട്ട് ഒരു സോക്കറ്റ് ഇന്റർഫേസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു ആദ്യം. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കണം, സെർവർ ആണെങ്കിൽ ആരെങ്കിലും സർവീസ് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവീസ് കണക്ഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് സെൻഡ് റിസീവ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ രണ്ട് സൈഡിലെയും ഫംഗ്ഷൻസിനെ കുറിച്ച് പിക്ചർ വെച്ച് പഠിക്കാം. ഹെഡർ വാല്യൂസ് എല്ലാം ജനറൽ ആയിട്ട് വരും, അത് ജനറിക് സ്ട്രക്ചറിലും വരുന്നുണ്ട്. അത് ഇന്റർനെറ്റ് പാറ്റേണിലേക്കുള്ള പാറ്റേൺസ് അഡ്വാൻസ് റേഞ്ചിലേക്ക് IPv4 വേർഷനിലേക്ക് INET പോർഷനിലേക്കുള്ളത് കൺവേർഷൻ വരുന്നുണ്ട്. അപ്പൊ അത് 5 tuple സ്ട്രക്ചറിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. മറ്റ് 3 tuple 3 വാല്യൂസ് ഒരെണ്ണ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് മാപ്പ് ചെയ്ത് അഡ്രസ് വാല്യൂസ് 5 ആയിരിക്കും കൺവേർട്ട് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.